നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ബി.ജെ.പിയുടെ പ്രസക്തി വർദ്ധിച്ചു. ഇനി CPIM-നെ നേരിടാൻ ബി.ജെ.പി മാത്രം. കെ സുരേന്ദ്രൻ. പൊളിറ്റിക്കലി തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ അറിയപ്പെടും. അധിക്ഷേപിച്ച് രാഹുൽ മാങ്കൂട്ടം. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽപ്പനയ്ക്ക് സർക്കാർ. ആദ്യ പ്രപ്പോസൽ നൽകി ബക്കാർഡി ഇന്ത്യ ലിമിറ്റഡ്. രേഖകൾ കോടതിയിൽ നിന്ന് വെറുതെ ഇറങ്ങിപ്പോകില്ലല്ലോ, ദുരൂഹതയുണ്ട്. അന്വേഷണം വേണമെന്ന് അഭിമന്യുവിന്റെ കുടുംബം. വാർത്തകൾ വിശദമായി. പത്മജയുടെ വരവ് സ്ഥിരീകരിച്ചു ബി.ജെ.പി. കേരളത്തിൽ കോൺഗ്രസിന്റെ പതനം ആരംഭിച്ചെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേരളത്തിൽ ബി.ജെ.പിയുടെ പ്രസക്തി വർദ്ധിച്ചു വരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും. ഇനി CPIM-നെ നേരിടാൻ ബി.ജെ.പി മാത്രം. മോദി തരംഗമാണ് കേരളത്തിലും. നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് ജീവൻ നൽകാൻ മാധ്യമങ്ങൾ ശ്രമിക്കരുതെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. അഭിമന്യു കൊലക്കേസ് വിചാരണയ്ക്ക് എടുക്കാനിരിക്കെ പ്രധാന തെളിവുകൾ അപ്രത്യക്ഷമായി. ഇത് യാദൃച്ഛികമല്ല. പ്രധാന പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. പ്രധാന പ്രതികളെ കടന്നുകളയാൻ സഹായിച്ചത് അന്നത്തെ പോലീസായിരുന്നു. ഉദ്യോഗസ്ഥലത്തിലെ കളികൾ മാത്രമല്ല, രാഷ്ട്രീയ തലത്തിലെ കളികളുമുണ്ട്. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ടും CPIM-ഉം തമ്മിൽ ശക്തമായ ധാരണയുണ്ട്. സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിലും ഈ ആളുകളുമായി ബന്ധമുള്ളവർ പ്രതികളായിട്ടുണ്ട്. PFIയുടെ കേരളത്തിലെ രാഷ്ട്രീയ മുഖമായി CPIM-ഉം SFI-യും മാറി. ബി.ജെ.പിയിലേക്ക് പോയ പത്മജ വേണുഗോപാലിനെ രൂക്ഷഭാഷയിൽ അധിക്ഷേപിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തന്തയ്ക്ക് പിറന്ന മകൾ എന്നാണോ തന്തയെ കൊന്ന സന്താനം എന്നാണോ ഇനി വിശേഷിപ്പിക്കേണ്ടത് എന്ന വിമർശനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. ബയോളജിക്കലി കരുണാകരൻ പത്മജയുടെ അച്ഛനാണ്. പൊളിറ്റിക്കലി തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ അറിയപ്പെടുമെന്നും രാഹുൽ പറഞ്ഞു. പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് പോയത് കോൺഗ്രസിന് വിഷമമുള്ള കാര്യമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. കരുണാകരൻ ഒരിക്കലും മതേതര പാരമ്പര്യത്തിന് കോട്ടമുണ്ടാക്കിയിട്ടില്ലെന്ന് പറഞ്ഞ രാഹുൽ പത്മജ വീണത് ചാണകക്കുഴിയിലെന്ന് പ്രസ്താവനയും നടത്തി. പത്മജയുടെ പേരിൽ ഒരു വോട്ട് പോലും ബി.ജെ.പിക്ക് കിട്ടില്ല. കരുണാകരന്റെ പാരമ്പര്യം ഇനി പത്മജ ഉപയോഗിച്ചാൽ യൂത്ത് കോൺഗ്രസ് അവരെ തെരുവിൽ തടയുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പത്മജയെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ പത്മജയുടെ ഭർത്താവ് വേണുഗോപാലിനെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചു. തെരുവിൽ തല്ലിക്കൊണ്ട ആളുകളുടെ സ്വപ്നമാണ് രാഷ്ട്രീയ സമിതി. അതാണ് പത്മജയ്ക്ക് കൊടുത്തത്. CPM-ൽ പോയിരുന്നുവെങ്കിൽ പേരിന് വേണ്ടെങ്കിലും അവർ പറയുന്നത് അംഗീകരിക്കാമായിരുന്നു എന്ന് രാഹുൽ പറഞ്ഞു. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽപ്പനയ്ക്ക് നീക്കം ഊർജിതമാക്കി സർക്കാരും മദ്യ കമ്പനികളും. വിൽപ്പന നികുതി സംബന്ധിച്ച ആദ്യ പ്രപ്പോസൽ ബക്കാർഡി ഇന്ത്യ ലിമിറ്റഡ് സമർപ്പിച്ചു. GST കമ്മീഷണർ പുതിയ നികുതി നിരക്ക് ശുപാർശ ചെയ്തതിന് പിന്നാലെയാണ് നീക്കം. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യ ഉൽപാദനം കൂട്ടാൻ നികുതി കുറയ്ക്കണമെന്നാണ് മദ്യ ഉൽപാദകരുടെ ആവശ്യം. ഏറെക്കാലമായി ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും അടുത്ത കാലത്താണ് സമ്മർദ്ദം ശക്തമായത്. നിലവിൽ 400 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഫുൾ ബോട്ടിൽ മദ്യത്തിന് 251%, 400-ൽ താഴെയുള്ളതിന് 241% നികുതി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി 80% വരെയാക്കണമെന്നാണ് കമ്പനികളുടെ ആവശ്യമെങ്കിലും അത്രയും കുറവിന് നികുതി വകുപ്പ് തയ്യാറല്ല. 20%-നും 40%-നും ഇടയിൽ ആൽക്കഹോൾ അടങ്ങിയ മദ്യമാണ് ഈ വിഭാഗത്തിൽ വിൽക്കുക. ബിയറിലുള്ളതിലും കൂടുതലും സാധാരണ മദ്യത്തിലുള്ളതിൽ കുറവുമായിരിക്കും. IT, ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് ഈ മദ്യം കൂടി വേണമെന്ന വിലയിരുത്തലിൽ അബ്കാരി നിയമത്തിൽ ഇതുകൂടി ചേർത്ത് 1 വർഷം മുൻപ് ഉത്തരവിറക്കിയിരുന്നു. വിചാരണ തുടങ്ങാനിരിക്കെ അഭിമന്യു കേസിൽ സുപ്രധാന രേഖകൾ നഷ്ടമായത് ദുരൂഹമെന്നും കുറ്റക്കാരെ കണ്ടെത്തണമെന്നും അഭിമന്യുവിന്റെ കുടുംബം. കോടതിയിൽ നിന്നും രേഖകൾ കാണാതായതിൽ അന്വേഷണം വേണമെന്ന് അഭിമന്യുവിന്റെ സഹോദരൻ പരിജിത്ത് ആവശ്യപ്പെട്ടു. വിചാരണ നടക്കാനിരിക്കെ രേഖകൾ കാണാതെ പോയതിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടത്തി രേഖകൾ ഉടൻ വീണ്ടെടുക്കണമെന്നും പരിജിത്ത് പറഞ്ഞു. രേഖകൾ മാറ്റിയവരെ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കണമെന്നും പരിജിത്ത് ആവശ്യപ്പെട്ടു. കുറ്റപത്രമടക്കം നഷ്ടപ്പെട്ടെന്ന വിവരം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഹൈക്കോടതിയുടെ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടു. രേഖകൾ കാണാതായത് പരിശോധിക്കുമെന്നും മന്ത്രി P രാജീവ് പ്രതികരിച്ചു. അഭിമന്യുവിന് നീതി ഉറപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിനും പോലീസിനും ആത്മാർത്ഥത ഇല്ലെന്ന ആക്ഷേപങ്ങൾ തുടക്കം മുതലേ ഉണ്ട്. ഒടുവിൽ ഇപ്പോൾ വിചാരണയ്ക്ക് തൊട്ടു മുൻപ് കുറ്റപത്രവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഉൾപ്പെടെ സുപ്രധാന രേഖകളും കോടതിയിൽ നിന്നും കാണാതെ. ഇതെല്ലാം ദുരൂഹതയെന്ന് അഭിമന്യുവിന്റെ കുടുംബം ആരോപിക്കുന്നു. വിഷയം ചീഫ് ജസ്റ്റിസ് അന്വേഷിക്കണമെന്നാണ് SFIയുടെ ആവശ്യം. പിന്തുണച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനും രംഗത്തെത്തി. പരിശോധിക്കുമെന്ന് മന്ത്രി P രാജീവും വ്യക്തമാക്കി.